ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1280 ദിവസമായ ഇന്ന് 2024 നവംബർ മാസം 15 തീയതി വെള്ളിയാഴ്ച. 1200 ആണ്ട് തുലാമാസം 30 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഒരഭിപ്രായം മാത്രം എന്നും നിലനിൽക്കുകയെന്നത് പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്ക് ഒരിക്കലും അനുയോജ്യമല്ല. ഇതറിയാതെയും മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെ ഒട്ടും മാനിക്കാതെയും വെറും വാക്കുകൾ അംഗീകരിച്ച് കിട്ടുന്നതിനായി മനുഷ്യൻ ചേരിതിരിഞ്ഞ് പടവെട്ടുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. 1927 മാർച്ച് 27 തലശ്ശേരിയിലെ ഗുരുദേവ വിഗ്രഹ ഉദ്ഘാടന വേളയിൽ ശ്രീ മൂർക്കോത്തുകുമാരൻ നടത്തിയ സ്വാഗത പ്രസംഗത്തിൻ്റെ 4ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഉടുപ്പ് കൊണ്ടോ വെടിപ്പ് കൊണ്ടോ ഭാഷ കൊണ്ടോ ഭക്ഷണം കൊണ്ടോ ഏത് ജാതിയാണെന്ന് തിരിച്ചറിയാൻ കേവലം അസാധ്യമായ സ്വാമി ശിഷ്യന്മാർ, ബ്രാഹ്മണൻ തുടങ്ങി ചണ്ടാലൻ വരെ ശിവഗിരി മഠത്തിലും ആലുവ അദ്വൈതാശ്രമത്തിലും സഹോദരന്മാരെ പോലെ ജീവിച്ചു വരുന്നു. ഈ ആശ്രമങ്ങളിൽ ജാതി വ്യത്യാസത്തെ മാത്രമല്ല, മതവിശ്വാസത്തെയും അശേഷം പരിഗണിച്ചിട്ടില്ല. മതവിഷയത്തിൽ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള നമസ്കാര പൂജാദികൾ നടത്തിക്കൊള്ളുവാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് വിവിധ ജാതി മതസ്ഥന്മാരായ ശിഷ്യന്മാർ ആശ്രമങ്ങളിൽ ഭാതൃഭാവത്തോടു കൂടി വർത്തിച്ചു പോരുന്നതെന്നുള്ള പരമാർത്ഥം അറിയുന്നവർക്കും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള അവിടുത്തെ മുദ്രാവാക്യത്തിന് അവിടുന്ന് കൽപ്പിച്ച അർത്ഥം ശരിയായി മനസ്സിലാകുന്നതാണ്. അതിൻ്റെ അർത്ഥവും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് സ്വാമിയെന്നും ശരിയായി മനസ്സിലാക്കിയിട്ടാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി മുതലായ യഥാർത്ഥ മഹാന്മാർ ഗുരുസ്വാമികളെ ആശ്രമത്തിൽ ചെന്ന് സന്ദർശിച്ചു വന്നിച്ചത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.